ഒറ്റപ്പാലം NSS കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU പാനലിന് വിജയം. തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് 50 ദിവസത്തിന് ശേഷം ഹൈക്കോടതി ഇടപെടലിനൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് KSU പാനൽ ചെയർമാൻ ഉൾപ്പെടെ 9 ജനറൽ സീറ്റുകളിലും വിജയിച്ചത്. U. അനന്തകൃഷ്ണനെ ചെയർമാനായി തിരഞ്ഞെടുത്തു. കാലങ്ങളായി SFI ജയിക്കാറുള്ള കോളേജ് കഴിഞ്ഞ തവണയാണ് KSU പിടിച്ചെടുത്തത്. ഇത്തവണ കോളേജ് നിലനിർത്താനും KSUവിനായി. പാർലമെന്ററി രീതിയിലാണ് ഒറ്റപ്പാലം NSS കോളേജിലെ തിരഞ്ഞെടുപ്പ്. 9 ജനറൽ സീറ്റുകളിലും KSU പാനലിന് 27 വോട്ട് വീതവും SFI പാനലിന് 24 വോട്ട് വീതവുമാണ് ലഭിച്ചത്. കോളേജിൽ ക്ലാസ് പ്രതിനിധികളായി ജയിച്ച 51 പേർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ വോട്ട് കിട്ടിയതോടെയാണ് KSU പാനലിലെ എല്ലാവരും ജയിച്ചത്. 9 സീറ്റിലേക്കും പുതിയതായി നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച ശേഷമാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഒക്ടോബർ 10-നാണ് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ KSUവിനും SFIക്കും 6 സീറ്റുകളിൽ തുല്യ വോട്ടുകൾ ലഭിച്ചിരുന്നു. തുടർന്ന് നറുക്കെടുപ്പിലൂടെ KSUവിന് 4-ഉം SFIക്ക് 2 സീറ്റുകളിലായിരുന്നു വിജയം. ഇതേ തുടർന്ന് തർക്കമുണ്ടാവുകയും കോളേജിനകത്തും പുറത്തും സംഘർഷ സാധ്യത ഉടലെടുക്കുകയും ചെയ്തു. തുടർന്നാണ് ജനറൽ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചത്. ശേഷം യൂണിയൻ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയമാനുസൃതം തുടരണമെന്നാവശ്യപ്പെട്ട് KSU കോടതിയെ സമീപിക്കുകയും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുകയുമായിരുന്നു. വിജയിച്ച KSU പ്രതിനിധികൾ കോളേജിലും പാലപ്പുറത്തും ആഹ്ലാദ പ്രകടനവും നടത്തി. CCN ഒറ്റപ്പാലം.